അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1285. സൂറത്തു തൗബ 30 മുതൽ 33 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقالت اليهود യഹൂദികൾ പറഞ്ഞിരിക്കുന്നു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന മഹാൻ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന്. വഖാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞിരിക്കുന്നു അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന്. എന്നാൽ ഈ പറഞ്ഞതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇല്ല. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, ഇത് അവരുടെ വായ കൊണ്ടുള്ള ഒരു വർത്തമാനം മാത്രമാണ്, തെളിവോടുകൂടെ പറഞ്ഞതല്ല, വായിൽ വന്നത് വിളിച്ചു കൂവിയതാണ്. യുളാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, മുമ്പുള്ള അവിശ്വാസികളുടെ വാക്കിനോട് അവർ സാമ്യപ്പെടുകയായിരുന്നു. അതായത് ഇതുപോലുള്ള അബദ്ധങ്ങൾ മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, അതുപോലൊരു അബദ്ധം ഇവരും പറഞ്ഞു. ഖാതലഹുമുല്ലാഹു, അല്ലാഹു തആല അവരെ ശപിക്കട്ടെ. അന്നാ യുഫകൂൻ, അവരെവിടുന്നാണ് ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, അവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അവർ ആക്കി അർബാബൻ, റബ്ബുകളാക്കി, മിന്ദൂനില്ല, അള്ളാഹുവിനെ വിട്ടുകൊണ്ട്. വൽ മസീഹ് ഇബ്ന മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെയും അവർ റബ്ബാക്കി, ആരാധ്യനാക്കി. വമാ ഉമിറു, യഥാർത്ഥത്തിൽ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല, ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഏകനായ ആരാധ്യനെ അവരാരാധിക്കാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇലാ ഇലാഹ ഇല്ലാഹു, ആ ഏകനായ ആരാധ്യൻ അല്ലാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്ന എല്ലാ പങ്കാളികളെ തൊട്ടും അല്ലാഹുവിന്റെ പരിശുദ്ധി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ അഥവാ അവന്റെ ദീനിലേക്ക് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. ബി അഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. എന്നാൽ വയഅബല്ലാഹു, അല്ലാഹു വിസമ്മതിക്കുകയാണ്. ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു, അവന്റെ ഈ പ്രകാശത്തെ പൂർത്തിയാക്കലിനെ അല്ലാതെ. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് അത് വെറുപ്പാണെങ്കിലും ശരി, ഈ ദീനിനെ പൂർത്തിയാക്കുമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഈ അല്ലാഹു അവന്റെ ദൂതനെ സന്മാർഗവും സത്യമതവുമായി നിയോഗിച്ചവനാകുന്നു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ മതങ്ങളെയും മേലിൽ അതിജയിച്ചു നിൽക്കാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവാരാധകന്മാർക്ക് അത് വെറുപ്പാണെങ്കിലും ശരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വേദക്കാരായിട്ടുള്ള ആളുകളുടെ അങ്ങേയറ്റം മോശമായ ചില വിശ്വാസങ്ങളും രീതിയും ഉണർത്തുകയും അത്തരമൊരു അബദ്ധത്തിലേക്ക് അവർ ചെന്നുപെട്ടതിന്റെ പശ്ചാത്തലം വിവരിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മഹത്തായ ദീനിന്റെ ശരിയായ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ അകറ്റിക്കൊണ്ടുപോകാനുമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ മതത്തെ അല്ലാഹു തആല പൂർത്തീകരിക്കുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രചരണവും അതിന്റെ കൃത്യമായിട്ടുള്ള സംസ്ഥാപനവും ഇവിടെ നടത്തുക തന്നെ ചെയ്യുമെന്നുള്ള ഗുഡ് ന്യൂസ് നൽകിക്കൊണ്ടാണ് ഈ സൂക്തങ്ങൾ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. വഖാലത്തിൽ യഹൂദികൾ പറഞ്ഞിരിക്കുന്നു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്നവർ അല്ലാഹുവിന്റെ മകനാണ് എന്ന്. ഈ ആയത്ത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ വേദക്കാരെന്ന് പറയുന്ന ആളുകൾ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ കൂട്ടത്തിൽ ഓരോരുത്തർ വ്യത്യസ്തമായിട്ടാണ് നടത്തിയത്. യഹൂദികൾ പറഞ്ഞത് ഉസൈർ എന്നവർ അല്ലാഹുവിന്റെ മകനാണ് എന്നാണ്. വാസ്തവത്തിൽ ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ പറഞ്ഞതുപോലെ തആലല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ, ഒരു സന്താനം ഉൽപ്പാദിപ്പിക്കുക എന്നത് ദൈവമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു മ്ലേച്ഛമായ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അതുമായി ഒരു ബന്ധവുമില്ല ഇത്തരം വാദങ്ങളുമായി. എന്നാൽ മഹാനായ ഉസൈർ എന്നവരെ അദ്ദേഹം പ്രവാചകനായിരുന്നുവോ അതല്ല ബനൂ ഇസ്രായേലിലുള്ള ഒരു പണ്ഡിതൻ മാത്രമായിരുന്നുവോ എന്ന് സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഏതായാലും ഉസൈർ എന്നവരെ അവർ അള്ളാന്റെ പുത്രനാണ് എന്ന് പറയാനുണ്ടായ പശ്ചാത്തലം എന്താ? അമാലിക്ക വിഭാഗം ബനൂ ഇസ്രായേലിന്റെ മേലിൽ വിജയം വരിക്കുകയും ബനൂ ഇസ്രായേലിലുള്ള ധാരാളം പണ്ഡിതന്മാരെ കൊന്നുകളയുകയും ഒട്ടനവധി ലീഡേഴ്സിനെ തടവുപുള്ളികളാക്കി പിടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ പണ്ഡിതന്മാർ നഷ്ടപ്പെട്ടു പോയതിൽ, അതായത് ഈ ദീനിന്റെ ഏതൊരു മതമായാലും ആ മതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ മതത്തിന്റെ പോളിസിയും അതിന്റെ തിയറികളും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ തിയറികളൊക്കെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാ? അതിലുള്ള പണ്ഡിതന്മാർക്കാണ് സാധിക്കുക. അപ്പോ അമാലിക്ക വിഭാഗം ബനൂ ഇസ്രായേലിനുമായി ഏറ്റുമുട്ടൽ നടത്തുകയും അങ്ങനെ ഇസ്രായേലിലുള്ള ധാരാളം ഇരുത്തം വന്ന പണ്ഡിതന്മാർ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും അവർ കൊല്ലപ്പെടുമ്പോൾ നല്ലവരായ ആളുകളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ചാഞ്ചല്യമുണ്ടാകും, വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടും. കാരണം ഈ മതത്തിന്റെ ഒറിജിനലായ ആശയങ്ങൾ വിശദീകരിച്ചു തരാൻ യോഗ്യരായ ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ മതത്തിന്റെ അഡ്രസ് തെറിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ അതിന്റെ വസ്തുതകൾ വിശദീകരിക്കാനോ അറിവുള്ളവരില്ലാതെ പോകുന്നത് വലിയ അബദ്ധമാണല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് സ്വാഭാവികമായും വല്ലാത്ത നീറ്റൽ അനുഭവപ്പെടും മനസ്സിൽ. അങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കും വന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട ഇസ്രായേലിയരിൽപ്പെട്ട ഈ ഉസൈർ എന്ന് പറയുന്ന മഹാനും വന്നു. അദ്ദേഹം ബഖിയൽ ഉസൈറു വബക്കി അലാ ബനി ഇസ്രായീൽ വ ദഹാബിൽ ഇൽമി മിൻഹും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഉസൈർ എന്നവർ ഇസ്രായേലികളുടെ ദയനീയത ഓർത്തും അതേപോലെ അവരിൽ നിന്ന് വിജ്ഞാനം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നതോർത്തും കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് 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 ഹത്താ സഖത്തത്ത് ജുഫൂനു ഐനൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിന്റെയും കൺപോളകൾ വീണുപോയി. ചാൽ കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന് കണ്ണു മിഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനിടക്ക് ഒരു ദിവസം അദ്ദേഹം ഒരു ശ്മശാനത്തിന്റെ അടുത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ വൈദംബ്രാത്തുൻ ചെബുക്കിയ എണ്ട കബരിൻ, ഒരു കബറിന്റെ അടുത്തിരുന്നിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ കരയുന്നുണ്ട്. ആ കരയുന്ന സ്ത്രീ ഇങ്ങനെ പറയുന്നു, വാ മുത്തമാ വാ കാസിയാ, എനിക്ക് ഭക്ഷണം തന്നിരുന്ന ആൾക്ക് പറ്റിയ നാശമേ, എനിക്ക് വസ്ത്രം ധരിപ്പിച്ചിരുന്ന ആൾക്ക് പറ്റിയ നാശമേ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉസൈർ എന്നവരെന്ത് ചെയ്തു? ആ സ്ത്രീയോട് പറഞ്ഞു, വൈഹക്കി മൻകാന യുത്ഇമുക ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് നിനക്ക് ആരാ ഭക്ഷണം തന്നിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കാലത്ത് അവർ പറഞ്ഞു, അള്ളാഹു ആണെന്ന് പറഞ്ഞു. കാലപ്പോൾ ഉസൈർ എന്നവർ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, എന്നാൽ അള്ളാഹു തആല മരിക്കുന്നില്ലല്ലോ, അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവൻ തന്നെയല്ലേ, പിന്നെന്തിനാണ് ഇയാൾ മരിച്ചപ്പോ ഈ ഭക്ഷണം തരുന്ന ആളുടെ കേടെന്ന് പറഞ്ഞ കരഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ കാലത്ത് ആ സ്ത്രീ ചോദിച്ചു ഉസൈർ എന്നവരോട് തിരിച്ച്, യാ ഉസൈറു, ഉസൈറെ, ഫമൻ കാന യുഅല്ലിമുൽ ഉലമാ ഖബല ബനി ഇസ്രായീൽ ഖബലു, പിന്നെ ആരായിരുന്നു നേരത്തെ പണ്ഡിതന്മാർക്ക് ഇൽമു പഠിപ്പിച്ചിരുന്നത്? ബനൂ ഇസ്രായേലിലുള്ള ബനൂ ഇസ്രായേലിൽ വരുന്നത് ഖബല ബനി ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ വരുന്നതിന് മുമ്പുള്ള ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചു. അപ്പോ ഉസൈർ എന്നവർ പറഞ്ഞു, അള്ളാഹാണ് ഇൽമു പഠിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു. കാലത്ത് അപ്പോ
ആ സ്ത്രീ തിരിച്ചു ചോദിച്ചു ഫലിബത്ത് ബിക്കിയാലേഹിം, എന്നാ പിന്നെ ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങൾ ഇല്ലാണ്ടായോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പിന്നെ കരയണത്? പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്ക് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തോളൂല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഫഅറഫ ഉസൈർ എന്നവർക്ക് മനസ്സിലായി അന്നഹു ശൈഉൻ ഖദ് ഉഇള ബിഹി, ഇവിടെ ഈ പെണ്ണ് ഇരുന്ന് കരഞ്ഞതും അതേപോലെ തന്നെ ഞാൻ അവരെ ഉപദേശിച്ചപ്പോ അവരിങ്ങനെ മറുപടി തന്നതൊക്കെ എനിക്കൊരു ഉപദേശം തന്നതാണ്, അല്ലാതെ എന്തല്ല അതൊരു റിയലി കരച്ചിലോ അല്ലെങ്കിൽ ഒരാളുടെ മരിച്ച ആൾക്ക് വേണ്ടിയുള്ള ദുഃഖപ്രകടനമൊന്നുമല്ല, എനിക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അള്ളാഹു തആല ഉണ്ടാക്കിയത് എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഉസൈർ എന്നവരോട് പറയപ്പെട്ടു അവിടുന്ന്, അഥവാ സ്ത്രീ ഇരിക്കുന്ന ആള് പറഞ്ഞു എന്നർത്ഥം, ഇദ്ഹബ് ഇലാ നഹരി കദാ ഫഗ്തസിൽ മിൻഹു സല്ലി ഹുനാക റകഅതൈൻ, നിങ്ങൾ ഒരു നദിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആ പുഴയുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് അവിടുന്ന് കുളിക്കണം, കുളിച്ചിട്ട് 2 റകഅത്ത് നിസ്കരിക്കണം. ഫഇന്നക സതൽഖാ ഹുനാക ശൈഖൻ, അവിടെ വെച്ചിട്ട് ഒരു ആത്മീയ ഗുരുവിനെ നിങ്ങൾക്ക് കണ്ടെത്താനാകും. ഫമാ അത്അമക ഫഖുൽഹു, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം തരും, അത് തരുമ്പോൾ നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫദഹബ, ഉസൈർ എന്നവർ പോയി. ഫഫഅല മാ ഉമിറ ബിഹി, കൽപ്പിക്കപ്പെട്ടതുപോലൊക്കെ ചെയ്തു. അതായത് കുളിച്ച് 2 റകഅത്ത് നിസ്കരിച്ചു. അപ്പോൾ ഒരാളവിടെ പ്രത്യക്ഷപ്പെട്ട ആൾ പറഞ്ഞു ഇഫ്തഹ് ഫമക്ക, നിങ്ങൾ വായ തുറക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫഫതഹ, ബഹുമാനപ്പെട്ട ഉസൈർ എന്നവരെ വായ തുറന്നു. വായ തുറന്നപ്പോൾ ഫഅൽഖാ ഫീഹി ശൈഅൻ കഹൈഅത്തിൽ ജംറത്തിൽ അളീമ, ഒരു വലിയ തീക്കനൽ പോലെ തോന്നിക്കുന്ന ഒരു സാധനം, അതെന്താണെന്നൊന്നും അറിയില്ല. അത് ബഹുമാനപ്പെട്ട ഉസൈർ എന്നവരുടെ വായിലേക്ക് ആ വന്ന ആള് ഇട്ടുകൊടുത്തു. അങ്ങനെ 3 തവണ അദ്ദേഹം അത് ആവർത്തിച്ചു. അങ്ങനെ 3 തവണ വായിലേക്ക് എന്തോന്ന് ഇട്ടുകൊടുക്കുകയും താനത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അത് കഴിച്ചതിന് ശേഷം ഫറജഅ ഉസൈറുൻ, ഉസൈർ എന്നവരവിടുന്ന് മടങ്ങിപ്പോന്നു. വഹുവ മിൻ അഅലമിന്നാസി ബിത്തൗറാത്ത്, തിരിച്ചു പോന്നപ്പോ തൗറാത്ത് സംബന്ധമായി ഏറ്റവും അറിവുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് വിജ്ഞാനം കിട്ടാനുള്ള ഒരു ദൈവികമായിട്ടുള്ളൊരു വഴിയായിരുന്നു അത്. അങ്ങനെ തൗറാത്തിന്റെ എല്ലാ വിവരങ്ങളും ഉള്ള ആളായി ഉസൈർ മാറി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇസ്രായേല്യരോട്, ഓ ജനങ്ങളെ, അത് ജഅ്തുകും ബിത്തൗറാ, ഞാനിതാ തൗറാത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. അതായത് തൗറാത്തിന്റെ ലഭ്യമായ കോപ്പികളൊക്കെ അന്ന് അമാലിക വിഭാഗം നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോപ്പികളൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്ന ബേജാറിലാണ് നേരത്തെ ഉസൈർ എന്നവർ കരഞ്ഞത്. അതുപോലെ തന്നെ ഇസ്രായേലികൾക്കും അതിൽ വലിയ വിഷമുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ തൗറാത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട ജനങ്ങൾ, അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു യാ ഉസൈറു, ഉസൈറെ മാ കുന്ത കദ്ദാബൻ, നിങ്ങളൊരു നുണ പറയുന്ന ആളായിരുന്നില്ലല്ലോ മുമ്പ്, ഇപ്പെന്തെങ്ങനെ ബടായി പറയാൻ തുടങ്ങിയത് എന്നർത്ഥം. അങ്ങനെ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു, അദ്ദേഹം തന്റെ കയ്യിലൊരു പേന പിടിച്ച് ആ പേന കൊണ്ട് പിന്നെ തൗറാത്ത് മുഴുവനും അദ്ദേഹം വായിൽ അകത്ത് നിന്ന് മനപ്പാടത്തിൽ നിന്നാണ് എഴുതിയിട്ട് അത് മുഴുവനും എഴുതിയതിനു ശേഷം ജനങ്ങളൊക്കെ അഥവാ കുറെ ആളുകളൊക്കെ അയലിമീങ്ങളെ തടവുപുള്ളികളാക്കി പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ചിലർക്കൊക്കെ മോചനം കിട്ടിയപ്പോ അവരെല്ലാവരും അമാലിക വിഭാഗത്തിൽ ഇസ്രായേലിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ഉസൈറിന് പ്രത്യേകമായിട്ടൊരു വിജ്ഞാനത്തിന്റെ ഒരു വലിയ ഒരു സോഴ്സ് തുറന്നു കിട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നേരത്തെ പുറത്തു പോയിരുന്ന പണ്ഡിതന്മാർ അവരുടെ സ്വകാര്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന, അതുപോലെ തന്നെ മലകളിലും മറ്റുമൊക്കെ പൊത്തുകളിലും മറ്റും അവർ സൂക്ഷിച്ചിരുന്ന അമാലിക വിഭാഗം കാണാതിരിക്കാൻ വേണ്ടി അവർ മറച്ചുവെച്ചിരുന്ന ആ തൗറാത്തിന്റെ കോപ്പികളൊക്കെ കൊണ്ടുവന്നു. ആ കോപ്പികൾ കൊണ്ടുവന്ന് ഉസൈർ എന്നവരെ എഴുതിയ കയ്യെഴുത്ത് പ്രതിയും അവർ ഒത്തുനോക്കി. രണ്ടും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ ഫവജദു മാ ജാഅ ബിഹി സഹീഹാ, ഉസൈർ എന്നവരെ എഴുതിയത് കറക്റ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടപ്പോൾ ഫഖാല ബഅദു ജഹലതിഹിം, അവരിലുള്ള ചില വിഡ്ഢികൾ പറഞ്ഞു ഇന്നമാ സനഅ ഹാദാ ലിഅന്നഹു ബിനുല്ലാഹ്, ഉസൈർ എന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് അദ്ദേഹം പടച്ചോന്റെ മോനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉസൈർ എന്നവരെ എന്താക്കുന്നത്, അള്ളാന്റെ മകനാക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുദ്ദി എന്നവരും മറ്റുമൊക്കെ ഇതിന്റെ പശ്ചാത്തലം വിവരിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്രിസ്ത്യാനികളുടെ അവസ്ഥ പരിശോധിച്ചാലോ, അവർ ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാന്റെ മകനാണെന്ന് പറയാൻ കാരണം വ്യക്തമാണ്. ഈസാ അലൈഹി ഇസ്ലാം ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നു. ജന്മനാ കുഷ്ഠരോഗം ബാധിച്ചവർ, വെള്ളപ്പാണ്ട് ബാധിച്ചവർ, വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നവർ, അവരെയൊക്കെ തന്റെ കൈകൊണ്ടൊന്ന് തടവുമ്പോൾ ബഹുമാനപ്പെട്ടവർ സുഖമാക്കുന്നു. മരിച്ചു കിടന്നവരെ ജീവിപ്പിക്കാൻ ഒന്ന് വിളിച്ചാൽ ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരുന്നു. അതേപോലെ പക്ഷിയുടെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് താനൊന്ന് ഊതുമ്പോൾ അത് പക്ഷിയായി പറന്നുപോകുന്നു. അതുപോലെ ഓരോരുത്തരുടെ മനസ്സിലുള്ള സംഗതികൾ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് അവരുടെ വീട്ടിലുള്ള സംഗതികളും
അവർ കഴിച്ച ഭക്ഷണത്തിന്റെ അളവും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും വരെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പറയുന്നു. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ തന്നിൽ നിന്ന് കണ്ടപ്പോ ക്രിസ്ത്യാനികൾ പറഞ്ഞുണ്ടാക്കി, ഇദ്ദേഹത്തിന് ഇതൊക്കെ സാധിക്കുന്നത് അള്ളാന്റെ മോനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ദൈവമാക്കി മാറ്റുക എന്ന അപകടത്തിലേക്ക് യഹൂദികളും ക്രിസ്ത്യാനികളും മാറിപ്പോയിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാറിയ ആളുകളോട് പറയുന്നത് എന്താണ്? ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, ഇതവരുടെ വായ കൊണ്ടുള്ള വാചകമടിക്കൽ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ ഐലാ മുസ്തനദലഹും ഫീ മദ്ദഅഹു സിവഫ്തിറാഇഹിം വഖ്തിലാഫിഹിം വഖ്തിലാഖിഹിം. അവര് ഉസൈർ അള്ളാന്റെ മകനാന്ന് പറഞ്ഞതും ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ മകനാന്ന് പറഞ്ഞതും അവർ സ്വയമേവ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ളൊരു കള്ളം മാത്രമാണ്, അല്ലാതെ അതിന് യാതൊരു തെളിവും അവർക്കില്ല. യുലാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളിലെ നിഷേധികളുടെ വാക്യങ്ങളോട് അവർ സാമ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് മുമ്പും ഇതുപോലെ അബദ്ധങ്ങൾ പറഞ്ഞ് പലരും വഴിതെറ്റിപ്പോയിട്ടുണ്ട്, അതുപോലത്തെ അബദ്ധങ്ങൾ പറഞ്ഞ് വഴിതെറ്റിപ്പോവുകയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഖാത്തലഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ ശപിക്കട്ടെ. അന്നാ യൂഫകൂൻ, അവരെങ്ങനെയാണ് സത്യത്തിൽ നിന്ന് ഇബ്ദിതം തെറ്റിക്കപ്പെടുന്നത്, അസത്യത്തിലേക്ക് എങ്ങനെയാണ് അവർ എത്തിക്കപ്പെടുന്നത് എന്ന് അത്ഭുതം കൂറുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ ചെയ്യുന്നത്. ഇനി ഇവരെന്തുകൊണ്ട് ഇങ്ങനത്തെ അബദ്ധത്തിലൊക്കെ ചെന്നുപെട്ടു എന്ന് ചോദിച്ചാൽ, ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി, അവരവരുടെ പുരോഹിതന്മാരെയും അതേപോലെ പണ്ഡിതന്മാരെയും ഒക്കെ അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കി, അവരുടെ അള്ളാഹുവിനെ പോലെ അവർക്ക് അനുസരിക്കപ്പെടേണ്ടവരാണ് ഈ പണ്ഡിതന്മാർ, ഈ പുരോഹിതന്മാർ. പൗരോഹിത്യത്തിന് അത്തരത്തിലുള്ള ഒരു ശക്തിയുണ്ട് എന്നവർ വിശ്വസിച്ചു. ആ വിശ്വസിച്ച കാരണത്താലാണ് അവരിவ்விധം അബദ്ധത്തിൽപ്പെട്ടുപോയത്. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ റബ്ബുകളാക്കി അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെയും അവർ റബ്ബാക്കി. റബ്ബാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവമാണ് എന്ന് തന്നെ ഈ പണ്ഡിതന്മാരെ കുറിച്ച് അവർ പറഞ്ഞു. അഥവാ ദൈവത്തിനുള്ള അധികാരങ്ങളൊക്കെ ഇവർക്കുണ്ട്. എങ്ങനെ ഇപ്പൊ റബ്ബാക്കി എന്ന് പറഞ്ഞ സംഭവം? ഇപ്പൊ ഈ പണ്ഡിതന്മാരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ ഈ ആയത്തൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ഈ പുത്തൻ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ. അതായത് നിങ്ങളിപ്പോ ഷാഫി ഇമാമ്, അതേപോലെ അബൂ ഹനീഫ ഇമാമ്, ഇവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഓല് പറഞ്ഞൊക്കെ നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാണ്. തന്നെ പണ്ട് ജൂത ക്രിസ്ത്യാനികളും ചെയ്തത്. അപ്പൊ അവര് ഹലാലാന്ന് പറഞ്ഞത് നിങ്ങൾ ഹലാലാണ്, അവര് ഹറാം പറഞ്ഞ നിങ്ങളും ഹറാമാന്ന് പറയുന്നത്. അതന്നെയല്ലേ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പൗരോഹിത്യവും ചെയ്തിട്ടുള്ളത്. ആ പണികളും ചെയ്യുന്നു നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ ആ പറയുന്ന ശുദ്ധ തോന്നിയാസവും കള്ളവുമാണ്. എന്തുകൊണ്ട്? നമ്മൾ ഒരിക്കലും തന്നെ ഷാഫി ഇമാമിന് ഹലാലും ഹറാമും ഉണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. നമ്മളങ്ങനെ പറയണമില്ല. മറിച്ച് ഹലാലും ഹറാമും അള്ളാഹു വിശദീകരിച്ചത് അവന്റെ ഖുർആനിലുണ്ട്, മുത്തുനബിന്റെ സുന്നത്തിലും ഉണ്ട്. ആ സുന്നത്തിലും ഖുർആനിലുമുള്ള സംഗതികൾ കണ്ടെത്തി നമ്മൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ആത്മീയമായ ശക്തിയും അതേപോലെ തന്നെ വൈജ്ഞാനികമായ പുരോഗതിയും ഈ മഹാന്മാർക്കുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയണുള്ളൂ. അല്ലാതെ ഇവർക്ക് ഹലാലും ഹറാമും നിർമ്മിക്കാൻ അവകാശമുണ്ട് നമ്മൾ പറയണില്ല. അവർക്ക് അതിനുള്ള അവകാശമല്ല. അവർ സ്വന്തമായിട്ട് ഹലാലും ഹറാമും പോക്കറ്റിൽ നിന്ന് നിർമ്മിച്ചിട്ടുമില്ല. മറിച്ച് ആ മഹാന്മാർ അള്ളാഹുവിന്റെ ഖുർആനിലും മുത്തുനബിന്റെ സുന്നത്തിലും വന്ന സംഗതി അത് നമ്മളോട് പറഞ്ഞു. അത് ഖുർആനെന്നും സുന്നത്തൊന്നും നേരിട്ട് മതനിയമങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവില്ലാത്ത നമുക്ക് കഴിവുള്ള ചില ആളുകൾ അള്ളാഹു നിശ്ചയിച്ചു തരികയും കഴിവില്ലാത്ത നമ്മളോട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരോട് ചോദിക്കണം, വിവരമുള്ളവരോട് ചോദിക്കണം. അങ്ങനെ വിവരമുള്ളവരോട് ചോദിച്ചാൽ അവരുടെ പ്രഖ്യാപനം പിന്നെ നിങ്ങൾ എന്താക്കുകയും വേണം? സ്വീകരിക്കുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അത്രേ നമ്മൾ ചെയ്യണുള്ളൂ. അതുകൊണ്ട് ഇത് റബ്ബാക്കലാണ് എന്ന് നമ്മുടെ നാട്ടിലെ ബിദഅകൾ പറയുന്നത് കടുത്ത തോന്നിയാസവും ഖുർആനിന്റെ മേലുള്ള കയ്യേറ്റവുമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം, ആ പ്രബോധനം എത്തിയ സന്ദർഭത്തിൽ അദി ഇബ്നു ഹാത്തം എന്ന് പറയുന്ന ആ ഒരാൾ, അദ്ദേഹം നേരത്തെ ക്രിസ്തുമതത്തിലേക്ക് പോയിരുന്ന ആളാണ് ജാഹിലിയത്തിന്റെ കാലത്ത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പിന്നീട് വരാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരി അതിന് നിർബന്ധിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഓ അദിയെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുസ്ലിം ആവണം. നിങ്ങളുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും
അവർക്ക് നിയമം നിർമ്മിക്കാനുള്ള അവകാശമുണ്ട് എന്നൊന്നും വിശ്വസിച്ച് അവരെ റബ്ബുകളാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദീബിനു ഹാത്തം പറഞ്ഞു, ഇന്നഹും ലം യഅ്ബുദൂഹും, അത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല നബിയെ. കാരണം എന്താ, ഈ പുരോഹിതന്മാരൊന്നും ഇവരെ ആരാധിച്ചിട്ടില്ലല്ലോ, ആരാധ്യന്മാരാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അത് വിശദീകരിച്ചു കൊടുത്തു. ബല, ആക്കിയിട്ടുണ്ട്. എങ്ങനെയാ? ഇന്നഹും ഹറമു അലൈഹിമുൽ ഹലാൽ വഅഹല്ലു ലഹുമുൽ ഹറാം ഫത്തബഊഹും ഫദാലിക ഇബാദത്തുഹും ഇയ്യാഹും. അല്ലാഹു ഹലാലാക്കിയത് ഹറാമാണെന്ന് ഓല് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അള്ള പറഞ്ഞത് വിട്ടിട്ട് ഇവര് പറഞ്ഞതിന് പിന്നാലെ പോയി ഇങ്ങള്. അതേപോലെ തന്നെ അള്ള ഹറാമാക്കിയത് ഹലാലാണ് അവര് പറഞ്ഞു. അപ്പൊ അത് ഹലാലാ നിങ്ങൾ പ്രഖ്യാപിച്ചു. അതെന്നെയാണ് ഓൽക്ക് ഇബാദത്തെടുത്തു. അതായത് അവർക്ക് അതിന് അധികാരമുണ്ട് നിങ്ങൾ വിശ്വസിച്ചു. അതാണ് ആ ഇബാദത്തെടുക്കൽ. അത്തരമൊരു അധികാരം അള്ളാഹു അല്ലാത്തൊരു മഹാനുമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുകൂടി നമ്മളവിടെ തിരിച്ചറിയണമെന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അള്ളാഹു തആല പറയാണ്, യഥാർത്ഥത്തിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന എല്ലാ ദൈവങ്ങളെ തൊട്ടും അള്ളാഹു പരിശുദ്ധനാകുന്നു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധി ഞാൻ അംഗീകരിക്കുകയും ഞാനത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.